ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റുമായിട്ട് വോഡ്ക മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇസ്മായിലുൻസ്കിയ മെട്രോയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നാണെങ്കിലും പോകാൻ പറ്റും. Россия, Чурин. Вот так Россия. ഇസ്മായിലുൻസ്കിയയിലെ ഈ ഒരു മ്യൂസിയവും ഈ ഒരു ബിൽഡിങ്ങും ഒക്കെ വന്നിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. ഇതൊരു മ്യൂസിയമായിട്ട് മാറ്റിയിട്ട് വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വരാറുണ്ട്. വോഡ്ക മ്യൂസിയത്തിൽ വരുന്നവർക്ക് ഇവിടെ ഇനി എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ മിതവൂഹ എന്ന് പറയുന്നൊരു ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടുള്ള ചായ പോലെയാണ്. അത് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 7% വരെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് മിതവൂഹയാണ്. ട്രൈ ചെയ്യുക എല്ലാവരും. ഈ പ്ലേസ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഭംഗി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പച്ചൻ ഇവിടെ നിന്നിട്ട് കഥകളൊക്കെ ഇങ്ങനെ അനിൽ ചേട്ടനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പച്ചനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇങ്ങനെയുള്ള കഫകളിൽ കയറുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് നോക്കണം. കാരണം അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. 100 ഗ്രാമിനാണ് എല്ലാത്തിൻ്റെയും റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന ഈ ചിക്കൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും ഒക്കെ ഷഷ്ലിക്ക് അവരൊരിക്കലും ഹാഫായിട്ട് തരില്ല, ഫുള്ളായിട്ട് തരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു 3000 റുപ്പീസൊക്കെ ആവും. У нас в Индии есть другой, но вот такой все делает. Кинжал. Кишкир башка. Да. Вот это все делает. А здесь сколько? Вот это сколько? Вот это сколько? 1500. 1500. Метровല്ല. Из России объясняет девушке Ниша из Индии, как ковать, как делать куи и так далее. Ну, вот там нагреваю, а вот здесь уже вот молотками куем железо. Да. Там горячо? Вот это. Угу. Да? Да. Все. വോഡ്ക മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യൻസ് അധികം വോഡ്കയൊന്നും ഉപയോഗിക്കാറില്ല. യങ്ങായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി വോഡ്കയൊന്നും അത്ര നല്ലതല്ലെന്ന്. അതുകൊണ്ട് ഒരിടയ്ക്ക് ഇവർ ഭയങ്കരമായിട്ടും വോഡ്കയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് അകാല മരണങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് വോഡ്കയൊക്കെ ഇവിടെ നിരോധിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ യങ്ങായിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഇവിടെ വോഡ്കയൊന്നും അധികം ഉപയോഗിക്കാറില്ല.
പിന്നെ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി ഇത് പണ്ട് കാലം മുതൽ ഇങ്ങനെ വെച്ചേക്കുന്നത് കൊണ്ട് അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒരിതായിട്ട് വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്വീറ്റ് ആണ്. ഇത് വലിയ ഗ്ലാസ് 350, സ്മോൾ ഗ്ലാസ് 100. ഏത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. 1000 ഡിഫറെൻറ്റ് വോഡ്കേസ് ഉണ്ട്. 1000 ഡിഫറെൻറ്റ് വോഡ്ക. Так, вы будете вместе платить или каждый сам за себя? I'm going to try 3 different varieties. Okay? Three. Let's see. Yeah, 3 different varieties I'll try. Which is a traditional touchings. Tomato and cucumber, which is in a vinegar. Vinegar, So yeah. let's try, okay? Salt and vinegar. Salt and vinegar. ഇത് വാങ്ങിച്ചാൽ അത് ഫ്രീ ആണ്. Yeah. If you buy Touchings this one, free ആണ്. touching is free. Yeah. പണ്ട് കാലം മുതലുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായ എല്ലാ വോഡ്കകളും ഇവിടെ ഉണ്ട്. Stalin, Черчилль, Рузвельт. Карты. Casino. Будете фотографировать. ഇവിടെ നമുക്ക് വോഡ്ക എല്ലാം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഉള്ള സ്പെഷ്യലായിട്ടുള്ള റൂമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ സാമ്പിൾസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. 100 റുപ്പീസ്, 350 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ചെറി അല്ല, ടൊമാറ്റോ. Не ши. Vodka, good. Nice. Traditional one. 1894 ദിമിത്രി ഇവാനോവിച്ച് മെന്ദലേയേവ് ആണ് വോഡ്ക കണ്ടുപിടിക്കുന്നത്. അതായത് ആൽക്കഹോളും വെള്ളവും കൂടെ ചേർന്നാൽ 40 ഡിഗ്രി എന്നുള്ള ആ ഒരു റേഷ്യോയിൽ. അന്ന് അതിൻ്റെ പേര് എന്ന് പറയുന്നത് മോസ്കോ സ്പെഷ്യൽ എന്നായിരുന്നു. ബിയലെങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ വെച്ചിട്ട്, വൈറ്റ് കളറിനെ റഷ്യനെ പറയുന്നതാണ് ബിയലെങ്ക. അതിനുശേഷമാണ് വോഡ്ക എന്ന പേരിലേക്ക് മാറിയത്. ഇവിടെ എല്ലാ വർഷവും ജനുവരി 30 എന്ന് പറയുന്നത് വോഡ്കയുടെ ആരാധകർ വോഡ്കയുടെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ വോഡ്ക ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പല രീതിയിലും കൂട്ടുകളാൽ പിന്നീട് പല രീതിയിലും പല ടേസ്റ്റിലും വന്നതുകൊണ്ടാണ് 1000 അല്ലെങ്കിൽ 10,000 കണക്കിന് വോഡ്കകൾ ഉണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ ആ ഒരു റേഷ്യോ 40 ഡിഗ്രിയിൽ കണ്ടുപിടിച്ച ആ ഒരു സമയത്ത് വൈറ്റ് കളറിലുള്ള ഒരു സ്പിരിറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ വോഡ്ക എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് പല രീതിയിലുള്ള ഫ്ലേവറുകളുള്ള വോഡ്കകളായിട്ട് മാറിയത്. ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇതുപോലെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളും ഒരു ചെറിയ പോണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട്, അങ്ങനെയുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം പോകുന്നത് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സുവിനേഴ്സ് ആണെങ്കിലും ഇതുപോലത്തെ ജാക്കറ്റുകളാണെങ്കിലും ഒക്കെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു മത്രൂഷ്ക ഇവിടുന്ന് വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ ലെസ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അടങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്